ചെക്ക് ചെയ്ത് സെന്റർ നോക്കി ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഫുള്ള് ടേൺ ചെയ്ത് മുന്നിൽ വണ്ടിയുള്ളതുണ്ട്. അപ്പൊ ഈസിയായിട്ട് എടുത്തു പോകാം. ചെറിയ എക്സൽ എടുക്കുക, വേഗം പോകാം. ഇവിടുന്നാണ് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് എക്സൽ എടുത്ത് പോകണമെന്ന്. അത് വണ്ടി പോണ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ ടൈം എടുക്കും. സെന്റർ നോക്കുക, യൂട്ടേൺ സെന്റർ നോക്കി പിന്നെ ഇൻഡിക്കേറ്റർ ഇട്ട് പിന്നെ അതേ ലെവലിൽ എന്ത് ഈ ലൈന് തുടങ്ങുമ്പോൾ മെല്ലെ ഇനി അവിടെ പോയി നിർത്തുക. സ്റ്റോപ്പ് ബോർഡ് ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്യുക. സാധാരണ ഇതിപ്പോ ഇങ്ങനെ ചെയ്താണെങ്കിൽ കാരണം എന്താ അറിയോ, ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് റെസ്റ്റ് ഉണ്ട്, ഷാർജയിൽ 10 മിനിറ്റ് റെസ്റ്റ്. ഇവിടെ അജ്മാനിൽ ആകെ 2-3 മിനിറ്റ്. ചില പോലീസുകാർ എക്സാമിനർ എന്ത് ചെയ്യും, കുറച്ച് ഓടിപ്പിക്കും. അത് നിങ്ങൾ ഡ്രൈവ് ചെയ്യണനുസരിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ ക്ലാസ് എടുത്ത ആളാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇത് അത്യാവശ്യം വണ്ടി ഓടിക്കുന്നുണ്ട്, അപ്പോൾ അവർ ഓടിപ്പിക്കും. ചിലവർക്ക് ഓക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വണ്ടി ഓടിക്കണവർ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഇതൊക്കെ സ്റ്റുഡന്റ് പറഞ്ഞ എക്സ്പീരിയൻസ് ആയി നമുക്ക്. ഇപ്പൊ നിങ്ങൾ ടെസ്റ്റിന് പോകുകയാണ്, ഇപ്പൊ നിങ്ങൾ വന്നിട്ട് പറയും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളത്. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പറയണം, മനസ്സിലായോ? ടെസ്റ്റ് സിമ്പിൾ ആണ്. പഠിച്ച ആൾക്കാർക്ക് റൂട്ടും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായി സിമ്പിൾ ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. സെന്റർ നോക്കുക, ഒന്ന് സ്ലോ ആക്കുക, ലെഫ്റ്റ് നോക്കി നോക്ക്, പോട്ടെ യൂട്ടെ. സ്പീഡ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൂട്ടുമ്പോൾ കുറക്കുമ്പോൾ അതേ ലെവലിൽ പോകാൻ പറ്റും. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാൽ എക്സിറ്റ് കഴിയുമ്പോൾ ബെറ്റർ. ചെറിയൊരു സ്പീഡ് കൂട്ടുക, ഉടനെ പോട്ടെ. കട്ട് ചെയ്യാനായിട്ടുണ്ട്. എക്സിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, കയറാം. ഇപ്പൊ കയറാം, പാർക്ക് ചെയ്യാം. ബ്രേക്ക് റിട്ടേൺ തിരിക്കാനുള്ളതാണ്. 2 മിനിറ്റ് ആയി നമ്മൾ കറക്റ്റ് റിട്ടേൺ വരുമ്പോൾ. ഇത്ര ടൈം ഉള്ളൂ. പോട്ടെ. അസാഡ് കട്ട് ചെയ്ത് ഇൻഡിക്കേറ്റർ ആദ്യം എടുക്കുക. അസാഡ് കട്ട് ചെയ്ത് പിന്നെ ഇൻഡിക്കേറ്റർ കട്ട് ചെയ്ത് ഇൻഡിക്കേറ്റർ. ഇത് മറന്നു പോകും. അസാഡ് ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് വരികയല്ലോ വണ്ടി. ഇൻഡിക്കേറ്റർ ഇട്ടാൽ പിന്നെ ഇത് കട്ട് ചെയ്യാൻ മറക്കും. ഫുൾ ടേൺ. ഓക്കേ. സെന്റർ മിറർ, റൈറ്റ് മിറർ, ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക്. സെന്റർ മിറർ, ലെഫ്റ്റ് മിറർ, ഷോൾഡർ. പോട്ടെ. സ്പീഡ് കൂട്ടി പോട്ടെ. ഒരു പോയിന്റ് എക്സിന് മുന്നേ കൊടുക്കണം. കുറച്ച് കൊടുക്കാൻ വഴുകി. ഞാൻ പറഞ്ഞ ആ വണ്ടി ഓട്ടോമാറ്റിക് പോകും. അതിന് വെയിറ്റ് ചെയ്യരുതെന്ന് പറയണേ. സെന്റർ മിറർ നോക്കുക. നമ്മൾ നേരെ പോകുമ്പോൾ അത് നോക്കാനുള്ള സെന്റർ മിററിനുള്ളൂ. ഈ വണ്ടി സ്ലോ ആണ്, എക്സിറ്റ് കൊടുക്കണ്ട. പോട്ടെ ആള് നോക്കണം. റൈറ്റ് അത് പെഡസ്ട്രിയനിലേക്ക് പോയിച്ചിട്ടാണ് നമ്മൾ നോക്കുക. ഒന്ന് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, പിന്നെ ഇതാക്കിയാൽ മതി. ചെറിയൊരു ബ്രേക്ക്, അസാഡ് ഇടുക. പിന്നെ വണ്ടി ചിരിക്കേണ്ട ആവശ്യമില്ല. ഈ വണ്ടി ചിരിക്കൽ നേരത്തെ നിർത്തിയാൽ മതി. പോട്ടെ. സ്റ്റോപ്പ് ചെയ്യുക, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക, സ്റ്റോപ്പ് ചെയ്യുക. ആളെ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങണ സ്ഥലമൊക്കെ ആണെങ്കിൽ നമ്മൾ മുന്നേ കാണും. പെഡസ്ട്രിയനിലെ ആൾക്കാർ മാറുള്ളൂ അധികം. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അസാഡ് ഇട്ടിട്ട് സ്ലോ ആക്കുക. സഡനായിട്ട് ആരെങ്കിലും ഒരു വണ്ടി ബ്രേക്ക് ചെയ്യണമെങ്കിലും ആദ്യം അസാഡ് ഇടുക. എന്നിട്ട് അവരെ ബാക്കിലേക്ക് എത്താത്ത രീതിയിൽ കുറച്ച് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അവർ പോകണില്ലെങ്കിൽ എന്ത് ചെയ്യുക, സെന്റർ ലെഫ്റ്റും ചെക്ക് ചെയ്തിട്ട് അസാഡ് കട്ട് ചെയ്തപ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നമുക്ക് പോകാം. അസാഡ് സ്ലോ ആക്കുക, ഇനി അസാഡ് കട്ട് ചെയ്യുക, മൂവ് ആക്കുക. ഇനി അവർ നിർത്തുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സെന്റർ ലെഫ്റ്റും സാധാരണ ലൈൻ ചേഞ്ച് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ന്യൂട്ടെന്ന് പറയുമ്പോൾ കുറച്ചാണ്ട് പോയിട്ട് ആ ബൈക്ക് ഒരു നോക്കി ബാക്കിൽ തിരിഞ്ഞ് നോക്കി മെല്ലെ ആ ബൈക്കിന്റെ പിന്നാലെ എന്ത് ചെയ്യാൻ കട്ട് ചെയ്യും. ഇടശ്ശേരി ആളുണ്ടോ നോക്കുക, സ്ലോ ആക്കുക, പോട്ടെ. ചെറിയൊരു എക്സിലേറ്റർ പോട്ടെ. കണ്ടില്ലേ, ഈ വണ്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റൂല. പോട്ടെ ന്യൂട്ടൻ, മനസ്സിലായോ? ഈ വണ്ടി ഓൾറെഡി നിർത്തി ഇവിടെ, പിന്നെ നമ്മൾ ചാടി പോകാൻ പാടില്ല. ചെറിയൊരു ബ്രേക്ക് എടുക്കുക, ഫുള്ള് കട്ട് ചെയ്യുക. ഫുള്ള് കട്ട് ചെയ്യും. അല്ലെ അവന്റെ ലൈനിലേക്ക് പോയി കണ്ടില്ലേ. സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട് ഫുൾ കട്ട് ചെയ്യണം. പാർക്കിംഗ്